Hi friends, welcome to Dr. APJ Nursing Academy. Dr. APJ Nursing Academy ട്രിവാൻഡ്രം കേരളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ടെലഗ്രാം ചാനലിൽ. നമ്മൾ പ്രീവിയസ് സെൻട്രൽ ഗവൺമെന്റിന്റെ നഴ്സിംഗ് ഓഫീസർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റ്യൻസും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പഠിച്ചു വരുവാണ്. നമ്മൾ ഏകദേശം 12ഓളം ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. First question, which of the following equipment is used for the examination of the ear? Laryngoscope, ophthalmoscope, otoscope, proctoscope. അപ്പം ഇയർ എക്സാമിനേഷൻ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം ഇയർ എക്സാമിനേഷൻ ഓൾവേസ് അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടോസ്കോപ്പ് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഇൻസ്ട്രുമെന്റും ക്വസ്റ്റ്യനിലുള്ളതെല്ലാം അറിയാവുന്നതാണ്. ലാരിഞ്ചോസ്കോപ്പ് ഇതാണ്, അതിന്റെ ബ്ലേഡ്, ഹാൻഡിൽ അല്ലെ, അതുപോലെ തന്നെ അതിന്റെ സ്റ്റങ്, സ്പാസ്റ്റുല, ഫ്ലാഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് പാർട്ടുണ്ട്, ലൈറ്റ് സോഴ്സ്. ഓക്കെ, ഇനി അടുത്തത് സെയിം തന്നെ ഓട്ടോസ്കോപ്പ് അല്ലെ. അപ്പം ഇതാണ് അതിന്റെ ഓട്ടോസ്കോപ്പ് എന്ന് പറയുന്ന. ഇനി ഐ എക്സാമിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്താൽമോസ്കോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ റെക്ടൽ എക്സാമിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോസ്കോപ്പ് അല്ലെ. ഐ എക്സാം ഒപ്താൽമോസ്കോപ്പ്, ഓട്ടോസ്കോപ്പ് ഫോർ ഇയർ എക്സാമിനേഷൻ, അതുപോലെ തന്നെ ലാരിഞ്ച് അല്ലെ, ലാരിങ്സ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാരിഞ്ചോസ്കോപ്പ് അല്ലെ, ET ഇന്റിബേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ലാരിഞ്ചോസ്കോപ്പ്. അപ്പൊ പ്രോട്ടോസ്കോപ്പ് മെയിൻലി എന്തിനാണ്? റെക്ടൽ എക്സാമിനേഷൻ ആണ്. അതിന് രണ്ട് പാർട്ട് ഉണ്ട്, പ്രോട്ടോസ്കോപ്പ് ഷീറ്റും ഉണ്ട്, ഒപ്റ്റുറേറ്ററും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പിക്ചർ ഐഡന്റിഫിക്കേഷനായിട്ട് ക്വസ്റ്റ്യൻ ടൈപ്പിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. In which of the following position is the patient at greatest risk for shearing forces? Shearing force. Lying in a bed, high fowlized position, Trendelenburg position, semi fowlized position. അപ്പം ഷിയറിംഗ് ഫോഴ്സിന് ഗ്രേറ്റസ്റ്റ് റിസ്ക് വരുന്ന പേഷ്യന്റ് ഏത് പൊസിഷനിൽ അസ്യൂം ചെയ്യുമ്പോഴാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഹൈ ഫൗളേഴ്സ് പൊസിഷനിലാണ് വരുന്നത്. അപ്പൊ എന്താണ് ഷിയറിംഗ് ഫോഴ്സസ് എന്നുള്ളത് മെയിൻലി നമ്മൾക്ക് ഈ ബെഡ് സോർ ഉണ്ടാകുന്നതിനുള്ള 3 റീസൺ ആണ്. ഷിയറിംഗ് ഫോഴ്സസ്, ഫ്രിക്ഷൻ അല്ലെ, അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ വരും, പ്രഷർ. അപ്പൊ ഈ 3 കൂടെ കമ്പൈൻഡ് ചെയ്താണ് എന്ത് വരുന്നത്, പ്രഷർ സോർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺവേർഡ് പ്രഷറിനെയാണ് എന്തെന്ന് പറയുന്നത്, ആൻഡ് ഫ്രിക്ഷനെയാണ് ഷിയറിംഗ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഫ്രിക്ഷൻ കഴിയുമ്പോൾ ഡീപ് ടിഷ്യൂസിനൊക്കെ എന്ത് ചെയ്യും, അവിടെ സെൽ ഡെത്ത് ഉണ്ടാവാൻ ഇതുണ്ട്. അപ്പൊ അതിൽ ഗ്രേറ്റസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത് സിറ്റിംഗ് പൊസിഷൻ ആണ്. അപ്പം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഹൈ ഫൗളേഴ്സ് പൊസിഷൻ ആണ് അവിടെ റിസ്ക്. ഇനി ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ബോഡി പാർട്ട് തമ്മിൽ അല്ലെ റബ്ബ് ചെയ്ത് വരുന്നുണ്ടാകുന്നതാണ് ഫ്രിക്ഷൻ ഇഞ്ചറീസ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ബോഡി പാർട്ടിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ബോഡി പാർട്ടിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ടിഷ്യൂസിന്റെയും ബ്ലഡ് ഫ്ലോ ഒക്കെ അവിടെ ഇംപ്ലന്റ് ചെയ്യുകയും ബെഡ് സോർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണിത്. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. HbA1c glycolated hemoglobin value reflect the blood glucose level in the past 3 months, 7 months, 1 month, 9 months. HbA1c നമ്മൾ ബ്ലഡിൽ ചെക്ക് ചെയ്യുന്നത് 3 മാസത്തെ അല്ലെ ഗ്ലൂക്കോസിന്റെ റിഫ്ലക്ഷൻ ആണ്. ഗ്ലൂക്കോസ് മെറ്റബോളിസം അല്ലെ ഗ്ലൈക്കോലൈറ്റഡ് ഹീമോഗ്ലോബിന്റെ മെറ്റബോളിസത്തെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടെ വരുന്നത് കറക്റ്റ് ആൻസർ. അപ്പൊ HbA1c എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ബൗണ്ടഡ് ഹീമോഗ്ലോബിൻ ആണ് HbA1c എന്ന് പറയുന്നത്. അപ്പം മെഷേഴ്സ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ഓവർ എ ലോങ്ങർ പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ HbA1c. അപ്പം മെയിൻലി ഹൗ വെൽ ദ ഡയബറ്റീസ് കൺട്രോൾഡ് ഓവർ പാസ്റ്റ് 2 to 3 months എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്തതെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റും കൂടിയാണ് എന്തെന്ന് പറയുന്ന HbA1c. അപ്പം അതാണ് HbA1c EDയുടെ ട്യൂബിലാണ് കളക്ട് ചെയ്യുന്നത്. നോർമൽ വാല്യൂസ് എന്ന് പറയുന്നത് 4.5 to 5.7 ആണ്. വീണ്ടും അതിനെ തിരിച്ചിട്ടുണ്ട് അല്ലെ, 7.5 അബോവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിതമിക് വാക്സിംഗ് ആൻഡ് വാനിങ് ഓഫ് റെസ്പിറേഷൻ ഈസ് കോൾഡ് ഹൈപ്പർ വെന്റിലേഷൻ, ഓർത്തോപ്നിയ, ഹൈപ്പോ വെന്റിലേഷൻ, ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ. അപ്പം റിതർമിക് ആയിട്ടുള്ള റെസ്പിറേഷൻ, വാക്സിംഗ് ആൻഡ് വാനിങ് എന്ന് പറയുമ്പോൾ വാനിങ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് അപ്രത്യക്ഷമാകുന്നു, ഇടയ്ക്ക് പ്രസന്റ് ആവുന്നു, അങ്ങനെ വരുന്ന റെസ്പിറേഷൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D4 ആണ്, ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ.
അപ്പൊ റെസ്പിറേഷൻ പല പാറ്റേൺ ഉണ്ട്. നോർമൽ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ റെഗുലർ ആയിരിക്കും ബിറ്റ്വീൻ 12 to 20 റേറ്റിൽ, അല്ലെങ്കിൽ 60 to 24 റേഞ്ചിലൊക്കെ നോർമൽ നമുക്ക് റെസ്പിറേഷൻ പറയാം. അറ്റാക്സിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഡിസോർഗനൈസ്ഡ് ഇറഗുലർ വിത്ത് വേരിയിങ് ഡെപ്ത് ഓഫ് റെസ്പിറേഷനെയാണ് നമ്മൾ അറ്റാക്സിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ബ്രാഡിപ്നിയ 12 അല്ലെങ്കിൽ 10ൽ കുറവുള്ള റെസ്പിറേഷനെ ബ്രാഡിപ്നിയ എന്ന് പറയുന്നു. ഹൈപ്പർ അപ്നിയ എന്ന് പറഞ്ഞാൽ 20 എബോ അല്ലെങ്കിൽ 24 എബോ ഉള്ളതിനെ നമ്മൾ ഹൈപ്പർ അപ്നിയ എന്ന് പറയുന്നു. ഇനി ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് എടുക്കുന്ന ഹൈപ്പർ അപ്നിയ. ഓക്കെ, സൈയിങ് എന്ന് പറയുമ്പം എന്താണ്? ഒരു ഫ്രീക്വന്റ് ഇൻട്രപ്റ്റഡ് ഡീപ് ബ്രീത്തിങ്ങിനെയാണ് നമ്മൾ സൈ എന്ന് പറയുന്നത്. എയർ ടാപ്പിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസ് ഡിഫിക്കൽറ്റി ഓഫ് ഗെറ്റിംഗ് ബ്രത്തിങ് ഔട്ടിനെയാണ് നമ്മൾ എയർ ടാപ്പിംഗ് എന്ന് പറയുന്നത്. ബിറ്റേഴ്സ് റെസ്പിറേഷൻ ഇറഗുലർ ഇന്റർ spaced periods of apnea in a disorganized sequence of breath വരുന്നതാണ് ബിറ്റേഴ്സ് റെസ്പിറേഷൻ. ചെയിൻ സ്റ്റോക്ക് വേരിയിങ് ഡിഗ്രി ഓഫ് ഇൻക്രീസിംഗ് ഡെപ്ത് ആൻഡ് ഇൻഡസ്ഡ് വിത്ത് അപ്നിയ. അപ്പം അതാണ് വാക്സിങ് അല്ലെ, വാക്സിങ് ആൻഡ് വാനിങ്. അപ്പം റെസ്പിറേഷൻ റേറ്റ് കൂടി വരുന്നു, പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആവുന്നു അല്ലെ, അപ്രത്യക്ഷമാവുന്നു, പിന്നെ അത് വരുന്നു അല്ലെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാക്സിങ് ആൻഡ് വാനിങ്. അപ്പൊ അത് പഠിച്ചു വെച്ചോണം. ഇറ്റ് ഈസ് അല്ലെ സീൻ ഇൻ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ. ഇനി കുസ്മാൽസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. റാപ്പിഡ് ഡീപ് ലേബേർഡ് ബ്രീത്തിങ് ആണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. ടക്കീപ്നിയ ഫാസ്റ്റർ ദാൻ 20 ബ്രീത്ത് വരുന്നെങ്കിൽ നമ്മൾ ടക്കീപ്നിയ എന്ന് പറയുന്നു. അപ്പൊ ഇതിലെല്ലാം ഹൈപ്പർ വെന്റിലേഷൻ, നമ്മൾ എക്സസീവ് വെന്റിലേഷൻ എടുക്കുന്നതിന് ഹൈപ്പർ വെന്റിലേഷൻ. ഓർത്തോപ്നിയ എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ബ്രെത്ത് എടുക്കുന്നതിനെ നമ്മൾ ഓർത്തോപ്നിയ എന്ന് വിളിക്കുന്നു. ഹൈപ്പോ ഡിക്രീസ് വെന്റിലേഷൻ ഹൈപ്പോ വെന്റിലേഷൻ. ചെയിൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? വേരിയിങ് പീരീഡ് ഓഫ് ഇൻക്രീസിംഗ് ഡെപ്ത് ആൻഡ് ഇന്ററപ്റ്റഡ് വിത്ത് എ പീരീഡ് ഓഫ് അപ്നിയ. അപ്പം റെസ്പിറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അപ്നിയയിലോട്ട് പോകുന്നു, വീണ്ടും റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്നിയയിലോട്ട് പോകുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചെയിൻ സ്ട്രോക്ക്. ചെയിൻ സ്ട്രോക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Temperature of 98.7 degree Fahrenheit is approximately equal to dash degree of Celsius. 38.16 ആണോ, 37.06 ആണോ, 37.56 ആണോ, 36.52 ആണോ? അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 37.06 ആണ്. അപ്പൊ നമുക്ക് ഇത് ഡിഗ്രി ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഫാരൻഹീറ്റ് തന്ന ഒരു ഉത്തരത്തിനെ നമുക്ക് C × 9/5 + 32 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ബോർഡ് മാസ് ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കുക ഉത്തരം. ഇനി ബോർഡ് മാസ് ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ല, കാരണം ബ്രാക്കറ്റ് ആദ്യം ചെയ്ത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, വിത്ത് പോയിന്റിലൊക്കെയാണ് തന്നേക്കുന്നത്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ഫോർമുലയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 5F 9C 160 എന്നങ്ങ് പഠിക്കുക. അപ്പൊ 5F അല്ലെ, 5 ഫിംഗർ കൊണ്ട് 5 ഫിംഗർ 1 2 3 4 5 5 ഫിംഗർ കൊണ്ട് 9 പൂച്ചയെ നോക്കി അല്ലെ, 9 കാറ്റ് 9C + 160 അല്ലെ. അപ്പൊ 160 എന്നുള്ളതും കൂടെ അവിടെ അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി, എളുപ്പമാണ് പഠിക്കാൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എല്ലാം അവിടെ അങ്ങ് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി അല്ലെ. അപ്പം 5F അപ്പൊ നമ്മൾ 98.75 × 5 എന്നുള്ളത് നമുക്ക് എടുക്കാം. 9C അല്ലെ, 9C, അതിൽ C നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് 160 അല്ലെ. അപ്പൊ 98.75 നമുക്ക് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 493.5 എന്ന് കിട്ടും. പ്ലസ് 9C 160 എന്നുള്ള ഉത്തരം അപ്പുറത്ത് വരും അല്ലെ. ഇനി ഇതിൽ നിന്ന് നമ്മൾ 9C എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയാൽ 493.50 നിന്ന് 160 കുറച്ചാൽ മതി അല്ലെ. അപ്പം നമുക്ക് എത്ര കിട്ടും? 9C എന്നുള്ളത് 333.5 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അതിനെ 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ അവിടെ ആൻസർ കിട്ടും. എത്രയാണ്? 37.05 അല്ലെ, 055 എന്ന് കിട്ടും. അത് 37.06 എന്ന് എടുക്കാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോർഡ് മാസ് എന്നുള്ള കോംപ്ലിക്കേറ്റഡ് രീതി അങ്ങ് ഒഴിവാക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫാരൻഹീറ്റ് ആണെങ്കിൽ അവിടെ ഫാരൻഹീറ്റ് ഇട്ട് കൊടുത്തിട്ട് സെൽഷ്യസ് കാണുക. ഇനി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ F കാണാം. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു കാര്യം വെച്ച് വേണം പഠിക്കാൻ. വളരെ ഈസിയാണ്. ഓക്കെ, ഈ മെത്തേഡ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട് നോക്കാം. The discoloration that appears in the dependent area of the body after death. ഇപ്പം ഡെത്തിന് ശേഷം വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടിസ് ഉണ്ട്, അത് പഠിക്കണം. അൽഗർ മോട്ടിസ് എന്ന് പറഞ്ഞാൽ ഡെത്തിന് ശേഷം ബോഡി കൂൾ ആവുന്നതിനെയാണ് നമ്മൾ അൽഗർ മോട്ടിസ് എന്ന് പറയുന്നത്. പാലർ മോട്ടിസ് എന്ന് പറഞ്ഞാൽ ബോഡി പെയിൽ ആവുന്നതാണ് പാലർ മോട്ടിസ്. ലിവർ മോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലൂയിഷ് റെഡ്
ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ ആൻഡ് ഓർഗൻസ് ആണ്. റൈഗർ മോർട്ടിസ് എന്ന് പറഞ്ഞ സ്റ്റിഫ്നെസ് ഓഫ് മസിൽ ആണ് വരുന്നത്. പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ക്ലോട്ട് ഫോർമേഷൻ വരുന്നതാണ്. പോസ്റ്റ്മോർട്ടം ഡീകോമ്പോസിഷൻ കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചേഞ്ചസ്, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള പോയിന്റ് ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ റൈഗർ മോർട്ടിസ് സ്റ്റിഫ്നെസ്, ലീവർ മോർട്ടിസ്നെസ് ഡിസ്കളറേഷൻ, അൽഗർ മോർട്ടിസ് കൂളിംഗ് ഓഫ് ദ ബോഡീസ് അല്ലെ. അപ്പൊ ഇവിടെ കളർ ചേഞ്ച് ആണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. അത് ലീവർ മോർട്ടിസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A patient to receive 1000 ml of IV fluid in a 6 hours. The drop factor is 15 drops per ml. At approximately how many drops per minute should the flow rate set? അല്ലെ, ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ ആണ് തന്നേക്കുന്നത്. അപ്പം അവിടെ ആൻസർ കിട്ടുന്നത് 42 ഡ്രോപ്സ് ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 1000 ml ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ, ഡ്രോപ്പ് ഫാക്ടർ 15, അതിനെ 15 കൊണ്ട് ഗുണിച്ചിട്ട് 6 മണിക്കൂറത്തേക്കാണ് ചോദിച്ചത്. 6 into 60 അല്ലെ. അപ്പം 1000 into 5 15,000 വരും. 6 into 60 360 വരും. അപ്പം 0 വെട്ടിക്കളഞ്ഞ പിന്നെ 150നെ 6 ഒക്കെ കൊണ്ട് ഗുണിച്ച് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര എന്ന ആൻസർ കിട്ടും? 41.66 എന്നുള്ള ആൻസർ കിട്ടും. അതിൽ നിന്ന് 42 എന്നുള്ള ഒരു ഫൈനൽ വാല്യൂയിലോട്ട് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ഡെസിബൽ കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ഈസ് കോൾഡ് പ്രഷർ ലെങ്ത്, പൾസ് പ്രഷർ, പ്രഷർ റേഞ്ച്, പൾസ് ഡെഫിസിറ്റ്. അപ്പൊ സിസ്റ്റോളിക് ബി പിയും ഡയസ്റ്റോളിക് ബി പിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൾസ് പ്രഷർ. ഓക്കെ, അപ്പം നല്ല ക്വസ്റ്റ്യൻ ആണ്. പൾസ് ലെങ്ത് എന്ന് പറയുന്നത് പൾസ് ഡ്യൂറേഷനെയാണ് നമ്മൾ പൾസ് ലെങ്ത് എന്ന് പറയുന്നത്. നോർമൽ പൾസ് ഓഫ് ഹെൽത്തി അഡൽട്ട് റേഞ്ച് ഫ്രം 60 to 120 100 ബീറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, പൾസ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക്കൽ ആൻഡ് പെരിഫറൽ പൾസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻലി ആട്രിയൽ ഫിബ്രിലേഷൻ അരിത്മിയാസിലൊക്കെ വരുമ്പോഴാണ് പൾസ് ഡെഫിസിറ്റ് മെയിൻ ആയിട്ടും വരുന്നത്. ഓക്കെ, പൾസ് റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൾസ് റേഞ്ചിൽ പറയുന്ന ഡെഫിസിറ്റ്, പൾസ് പ്രഷർ പറഞ്ഞു, പൾസ് ലെങ്ത്. ഓക്കെ, പൾസ് ലെങ്ത് എന്ന് പറയുന്ന പൾസ് ഡ്യൂറേഷൻ ആണ് കേട്ടോ, മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Breathing that is normal in rate and depth is called. Breathing that is normal in rate and depth is called tachypnea, eupnea, bradypnea, apnea. അപ്പം ബ്രീത്തിങ് ഇറ്റ്സ് ദ നോർമൽ ബ്രീത്തിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കും? യൂപ്നിയ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് നോക്കാം, ടക്കീപ്നിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റാപ്പിഡ് ആയിട്ട് ബ്രീത്തിങ് എടുക്കുന്നതാണ്. അതായത് മോർ ദാൻ അല്ലെ 112 to 24 കൂടുതൽ ബ്രീത്ത് എടുക്കുമ്പോൾ നമുക്ക് അതിനെ ടക്കീപ്നിയ എന്ന് പറയാം അല്ലെ. 24 എബോ എടുത്താലും ടക്കീപ്നിയ എന്ന് പറയാം. ബ്രാഡിപ്നിയ എന്ന് പറഞ്ഞാൽ 12 ബ്രീത്ത്സിന് അല്ലെ കുറവായിട്ടാണ് ബ്രീത്ത് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാം? ബ്രാഡിപ്നിയ എന്ന് പറയാം. അപ്നിയ ടോട്ടൽ സെസേഷൻ ഓഫ് ബ്രീത്തിങ്. ഓക്കെ, ഇവിടെ നോർമൽ ബ്രീത്തിങ്ങിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? യൂപ്നിയ. ഓക്കെ, എല്ലാം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ദ സൈറ്റ് ഓഫ് പൾസ് ഇൻ ദ നെക്ക്, ടെമ്പറൽ, റേഡിയൽ, കരോട്ടിഡ്, പൊപ്ലീറ്റിയൽ. നെക്കിൽ എല്ലാവർക്കും അറിയാലേ, കരോട്ടിഡ് ആണ് നെക്കിൽ പൾസ് നോക്കുന്നത്. അപ്പൊ ടെമ്പറൽ പൾസ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? അവിടെ സുപ്പീരിയർ ആൻഡ് ലാറ്ററൽ ടു ദ ഐ. അപ്പം ഐക്ക് മുകളിൽ ലാറ്ററൽ ആയിട്ട് സൈഡിലാണ് നമ്മൾ ടെമ്പറൽ പൾസ് നോക്കുന്നത്. കരോട്ടിഡ് നെക്കിലാണ്. എപ്പിക്സ് അപ്പെക്സ് ഓഫ് ദ ഹാർട്ടിലാണ് നോക്കുന്നത്. ബ്രേക്കിയൽ നോക്കുന്നത് ആന്റിക്യുബിറ്റൽ സ്പേസിലാണ്. റേഡിയൽ പൾസ് നോക്കുന്നത് നമ്മൾ റേഡിയൽ ബോൺ അല്ലെങ്കിൽ തമ്പ് സൈറ്റ് ഓഫ് റേഡിയൽ ബോൺ എന്നാണ് അല്ലെ. തമ്പ് സൈറ്റ് ഓഫ് ഇന്നർ ആസ്പെക്ട് ഓഫ് ദ ബ്രസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഫിമറൽ ബോൺ ഗ്രോയിങ് റീജിയനിൽ പൊപ്ലീറ്റിയൽ ബോൺസ് നമ്മൾ എവിടാണ് നോക്കുന്നത്? പാൽപേറ്റഡ് ഓൺ ബിഹൈൻഡ് ദ നീ അല്ലെ. പൊപ്ലീറ്റിയൽ പൾസ് പാൽപേറ്റഡ് ബിഹൈൻഡ് ദ നീസ് ആണ് വരുന്ന. പോസ്റ്റീരിയർ ടിബിയൽ പൾസ് നമ്മൾ ബിഹൈൻഡ് ദ മീഡിയൽ മാലിയോളസ് ബോണിലാണ് നോക്കുന്നത്. അപ്പൊ അത് മീഡിയൽ സർഫസ് ഓഫ് ദ ആംഗിളിലാണ് നോക്കുന്നത്. മറ്റേ പൊപ്ലീറ്റിയൽ എന്ന് പറയുമ്പോൾ പോസ്റ്റീരിയർ ടു ദ ആംഗിൾ. ഓക്കെ, പോസ്റ്റീരിയർ ഓഫ് ദ നീ, നീയുടെ പുറകുവശത്താണ് പൊപ്ലീറ്റിയൽ പൾസ് നോക്കുന്നത്. നീ പൊപ്ലീറ്റിയൽ പൾസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ നീ സ്ലൈറ്റ് ആയിട്ട് ഫ്ലെക്സ് ചെയ്ത് വെക്കണം. പിന്നെ പീഡൽ അല്ലെങ്കിൽ ഡോർസാലിസ് പീഡീസ് എടുക്കുന്നത് ഫുഡിലാണ് മെയിൻലി അല്ലെ. ഡോർസം ഓഫ് ദ ഫുഡിൽ നമ്മൾ ബിറ്റ്വീൻ ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കും. ബിറ്റ്വീൻ ബിഗ് ആൻഡ് സെക്കൻഡ് ടോസിന് ഇടയിലൂടെ ഒരു ഇമാജിനറി ലൈൻ വന്ന് അത് ടച്ച് ചെയ്യുന്ന മീറ്റിംഗ് പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഡോർസാലിസ് പീഡീസ് പൾസ് നോക്കുന്നത്. അങ്ങനെ മൊത്തം ബോഡിയിൽ 9 സൈറ്റ് ഓഫ് പൾസ് ആണ് മെഷർമെന്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following tests need to be performed before radial artery cannulation to evaluate the radial and ulnar artery patency?
അപ്പം റേഡിയൽ ആർട്ടറിയും അൾനാർ ആർട്ടറിയുടെ പേറ്റൻസി ചെക്ക് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആർട്ടറി കാനുലേഷന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്ന അലൻ ടെസ്റ്റ് അല്ലെ. അലൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇനി കൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി മിഡ് സ്ട്രീം യൂറിൻ ചെയ്യുന്ന ടെസ്റ്റ് ആണ്. നമ്മൾ എന്തെന്ന് പറയുന്ന പ്രഗ്നൻസിയിൽ ചെയ്യുന്നതാണ് കൂപ്പ് ടെസ്റ്റ്. കാപ്പിലറി റീഫിൽ എല്ലാവർക്കും അറിയാം അല്ലെ. 2 to 3 സെക്കൻഡ് കാപ്പിലറി പഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം കാപ്പിലറി ബെഡിൽ നിന്നുള്ള പെർഫ്യൂഷൻ നോക്കുന്നതാണ് കാപ്പിലറി റീഫിൽ ടെസ്റ്റ്. ബർഗേസ് ടെസ്റ്റ് അറിഞ്ഞിരിക്കണം. ആർട്ടീരിയൽ സപ്ലൈ ഓഫ് ദ ലെഗ്സ് അല്ലെ, ലെഗിന്റെ അഡിക്കസി ഓഫ് ആർട്ടീരിയൽ സപ്ലൈ ഓഫ് ദ ലെഗ് ചെക്ക് ചെയ്യുന്നത് ബർഗേസ് ടെസ്റ്റും. ആമില് റേഡിയൽ അൾനാർ ആർട്ടറിയുടെ പേറ്റൻസി ചെക്ക് ചെയ്യുന്നത്, അതിൽ മെയിൻലി പേറ്റൻസി ചെക്ക് ചെയ്യുന്നത് അൾനാർ ആണ്. അതിനെ നമ്മൾ മോഡിഫൈഡ് അലൻ ടെസ്റ്റ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പം അലൻ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അലൻ ടെസ്റ്റ് നമ്മൾ പിൻ ചെയ്താണ് വെക്കുന്നത്. കാപ്പിലറി റീഫിൽ നമ്മൾ ചെയ്യുന്നത് ഹാർട്ട് ലെവലിൽ ഹോൾഡിംഗ് ദ ഹാൻഡ് ഓൺ ദ ഹയർ ദാൻ ദ ഹാർട്ട് ലെവലിൽ പ്രസ് ചെയ്യുന്നിട്ട് ഒരു സോഫ്റ്റ് പാഡ് ഓഫ് ഫിംഗർ വെച്ച് അല്ലെങ്കിൽ ഫിംഗർ നെയിലോ അല്ലെ ടേൺ ടു വൈറ്റ് ആക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, പിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം അത് റിലീസ് ചെയ്യുമ്പോൾ വിത്തിൻ 2 to 3 സെക്കൻഡിനുള്ളിൽ ഇത് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോർമൽ. ഓക്കെ, അപ്പൊ അതൊക്കെ കാപ്പിലറി റീഫിൽ ടെസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോലൈറ്റ്സ് ഡസ് ഇൻസുലിൻ ഹെൽപ് ദ മൂവ് ടു ദ സെൽസ്? അപ്പൊ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് ഇൻസുലിനെ സെല്ലിനുള്ളിലോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ കൊണ്ടുവരും. ആ ഇൻസുലിൻ ആണ് എന്ത് ചെയ്യുന്നത്, പൊട്ടാസ്യത്തെ സെല്ലിനുള്ളിലേക്ക് കടക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ ആൻസർ എ ആണ് കേട്ടോ. ആൻസർ എ ആണ്, പൊട്ടാസ്യം ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ പൊട്ടാസ്യത്തെ സെല്ലിനുള്ളിൽ കടക്കാൻ അനുവദിക്കുന്നത് ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ ഉണ്ട്, അതുപോലെ തന്നെ ആൾഡോസ്റ്റിറോൺ കേട്ടോ. ഇൻസുലിൻ, ആൾഡോസ്റ്റിറോൺ, എഫിനെഫ്രിൻ, ആൽക്കലോസിസ്. ഇത്രയും കണ്ടീഷൻ വരുമ്പം പൊട്ടാസ്യം എന്ത് ചെയ്യും, സെല്ലിനുള്ളിൽ പോകും. ഇനി ഇൻസുലിൻ കുറഞ്ഞാൽ സെല്ലിന് പുറത്തു വരും, ആൾഡോസ്റ്റിറോൺ കുറഞ്ഞാൽ സെല്ലിന് പുറത്തു വരും, ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തു വരും, അസിഡോസിസ് വന്നാൽ പുറത്ത്. അപ്പൊ ഇതിന്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എഫിനെഫ്രിൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, ബീറ്റ അഡ്രിനർജിക് ബ്ലോക്ക് അല്ലെ. ബീറ്റ അഡ്രിനർജിക് സ്റ്റിമുലേഷൻ എഫിനെഫ്രിനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊട്ടാസ്യം സെല്ലിനുള്ളിലോട്ട്. അപ്പൊ വളരെ സിമ്പിൾ ആണ്, പഠിച്ചു വെച്ചോണം. പൊട്ടാസ്യത്തെ സെല്ലിനകത്ത് കടത്താൻ സഹായിക്കുന്നത് ആരൊക്കെയാണ്? ഇൻസുലിൻ, ആൾഡോസ്റ്റിറോൺ, ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ എഫിനെഫ്രിൻ, അടുത്തതാണ് ആൽക്കലോസിസ്. പൊട്ടാസ്യത്തെ സെല്ലിന് പുറത്ത് കടത്തുന്ന ആരൊക്കെയാണ്? ഇൻസുലിൻ ഡെഫിഷ്യൻസി അല്ലെ, അവിടെ ഇൻസുലിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡയബറ്റീസ് മെൽറ്റസ്, ആൾഡോസ്റ്റിറോൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അഡിസൺസ് ഡിസീസ് എന്ന് വിളിക്കാം, ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ഇൻഹിബിറ്റേഴ്സ് അല്ലെ, ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് കേട്ടോ. അപ്പം അവര് എന്ത് ചെയ്യും, അതിനെ ബ്ലോക്ക് ചെയ്യും. പിന്നെ അസിഡോസിസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പൊട്ടാസ്യത്തെ സെൽ ഔട്ട്. രണ്ടും പഠിക്കണം, ബേസിക് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻട്രാവീനസ് സൊല്യൂഷൻ ഓഫ് 0.45 സോഡിയം ക്ലോറൈഡ് ഈസ് ആൻ ഹൈപ്പർട്ടോണിക്, ഐസോട്ടോണിക്, കൊളോയിഡ്, ഹൈപ്പോട്ടോണിക് അല്ലെ. അപ്പൊ 0.45% സോഡിയം ക്ലോറൈഡ് എപ്പോഴും എന്തായിട്ടാണ് വരുന്നത്, ഇറ്റ് ഈസ് എ ഹൈപ്പോട്ടോണിക് അല്ലെ. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് നോക്കാം, ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഹൈപ്പർട്ടോണിക് കേട്ടോ. അപ്പൊ ഇത് തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഡെഫിഷൻ ഇത് അറിഞ്ഞിരിക്കണം. ഹൈപ്പർട്ടോണിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൽ നിന്ന് വാട്ടറിനെ എക്സിറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പർട്ടോണിക്. നമ്മൾ ഒരു ബ്ലഡുമായിട്ട്, ബ്ലഡിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ്, ബ്ലഡ് എന്ന് പറയുന്നത് ഐസോട്ടോണിക് ആണ് അല്ലെ. അപ്പൊ അതിന് ഒരു നോർമൽ ടോൺ ഉണ്ട്, അതിനെക്കാട്ടി കോൺസെൻട്രേഷൻ കൂടിയതാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ഹൈപ്പർട്ടോണിക്. അപ്പം ബ്ലഡിൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സെല്ലിനുള്ളിലെ വാട്ടറിനെ എല്ലാം ബ്ലഡിലോട്ട് കൊണ്ടുവരും. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തണം. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ ബ്ലഡിന്റെ അതേ ടോൺ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഐസോട്ടോണിക്. ഈക്വൽ ടു വാട്ടർ അല്ലെങ്കിൽ ഈക്വൽ ടു ബ്ലഡിന്റെ ഐസോട്ടോണിക് ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പൊ അത് നമുക്ക് നോർമൽ സലൈന് ഒക്കെ വരും. അതിൽ എത്ര ഫ്ലൂയിഡ് ഇൻടേക്ക് വരുന്നോ അത്രയും ഫ്ലൂയിഡ് സെല്ലിൽ നിന്ന് ഔട്ട് ചെയ്യും. അപ്പൊ അവിടെ ഒരു ഈക്വാലിറ്റി ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെല്ലിനുള്ളിലോട്ട് വലിച്ചെടുക്കുന്നതാണ്, കാരണം ബ്ലഡിനേക്കാൾ കോൺസെൻട്രേഷൻ കുറവാണ് അല്ലെ. അപ്പൊ അതാണ് ഹൈപ്പോട്ടോണിക് എന്ന് പറയുമ്പോൾ. അപ്പൊ ഹൈപ്പോട്ടോണിക്കിന് 0.09 അല്ലെ, 0.45, 0.33, 0.2, 2.5% ES ഒക്കെയാണ് അതിൽ വരുന്നത്. ഐസോട്ടോണിക് എടുത്തു കഴിഞ്ഞാൽ 0.9% NaCl, RL, പിന്നെ റിംഗൽ ലാക്ടേറ്റ്, 5% ഡെക്സ്ട്രോസ് ഒക്കെ വരും. മറ്റേ 3%, 25% അങ്ങനെ പോയി ഹൈ കോൺസെൻട്രേഷൻ വരും ഹൈപ്പർട്ടോണിക്. ഓക്കെ, അപ്പൊ അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അബ്സോർബി ഡ്രസ്സിംഗ് ആർ
അല്ലെ അബ്സോർപ്റ്റീവ് ഡ്രസ്സിങ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാദർ മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു കീപ് ദ വൂണ്ട് കൂൾ ആണോ, അബ്സോർബ് ന്യൂട്രിയന്റ് ഫോർ ദ വൂണ്ട് ആണോ, റിമൂവ് ഡ്രെയിനേജ് ഫ്രം ദ ബെഡ് സോർ ആണോ, അബ്സോർബ് ബ്ലഡ് ഫ്രം ദ പെയിൻ ആണോ. അപ്പൊ അബ്സോർബീവ് ഡ്രസ് എന്തിനാണ് ചെയ്യുന്നത്? അത് മെയിൻലി നമുക്ക് എന്ത് ചെയ്യാണ്, വൂണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ബെഡ് സോറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡ്രെയിനേജിനെ വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നതാണ് അബ്സോർബന്റ് ഡ്രസ്സിങ്. ഓക്കെ, അപ്പം അബ്സോർപ്റ്റീവ് ഡ്രസ്സിങ് അറിഞ്ഞിരിക്കണം. ഡ്രസ്സിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് അബ്സോർബൻസി ആൻഡ് ഒക്ലൂഷൻ. അപ്പൊ അബ്സോർസീവ് ഡ്രസ്സിങ് ആർ ഇൻഡിക്കേറ്റർ ഫോർ വൂണ്ട് വിത്ത് ഹൈ ലെവൽ ഓഫ് ഡ്രെയിനേജ് കേട്ടോ. അപ്പം ഡ്രെയിൻ ചെയ്യുന്ന വൂണ്ടിൽ നിന്ന് അല്ലെ, നല്ല ഡ്രെയിൻ ഉള്ള വൂണ്ടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അബ്സോർബ് ആണ്. കാരണം അതെല്ലാം അബ്സോർബ് ചെയ്തെടുക്കും, എക്സഡൂറ്റ് എല്ലാം കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തെടുക്കുന്ന ഡ്രസ്സിംഗ് ആണ്. അപ്പൊ ഇതിന് എക്സാമ്പിൾ ഫോംസ്, ഹൈഡ്രോ ഫൈബേഴ്സ്, കാൽസ്യം അലിഗ്നേറ്റ്സ്, ടൈപ്സ് ഓഫ് ഡ്രസ്സിംഗ് എല്ലാം ഇതിൽ വരും അബ്സോർബീവ് ഡ്രസ്സിംഗ്. ഓക്കെ, അപ്പൊ അത് ബെഡ് സോറിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ നല്ല കട്ടിയുള്ള പാഡാണ് വരുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തെടുക്കും ഡ്രെയിനേജിനെ മൊത്തം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നെക്സ്റ്റ് നോക്കാം. Dash is the process of introducing a disinfectant solution to the internal environment of the body when someone passes away. The process of introducing a disinfectant solution to the internal environment of the body when someone passes away. Rinsing ആണോ, റീവാക്സിനേഷൻ ആണോ, എംബാക്റ്റിം ആണോ, എംബ്ലേമിംഗ് ആണോ? അപ്പം അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, യു ബാക്ടീരിയം ആണ് ചെയ്യുന്നത് കേട്ടോ. സോറി, എംബ്ലേമിംഗ് കേട്ടോ, സോറി, എംബ്ലേമിംഗ് ആണ് അവിടെ ആൻസർ വരുന്ന. ഇസ് എ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ടു ദ ഇന്റേണൽ എൻവയോൺമെന്റ് ഓഫ് ദ ബോഡി വെൻ സംവൺ പാസസ് എവേ. ഇവിടെ കറക്റ്റ് ആൻസർ കൊടുക്കുന്നത് എന്താണ്, ഡി. അപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞ് അയാളുടെ ശരീരത്തിനുള്ളിൽ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻസ് ഇഞ്ചെക്ട് ചെയ്ത് വെക്കുന്ന ആ പ്രോസസ്സിനെ എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് എംബ്ലേമിംഗ് കേട്ടോ. അപ്പൊ എംബ്ലാം ചെയ്യും എന്നൊക്കെ പറയാറുണ്ടല്ലോ ഡെഡ് ബോഡി, അത് തന്നെയാണ് വരുന്നത്. അപ്പൊ റിൻസിങ് എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ റിൻസിങ് എന്ന് പറയുന്നത്. അല്ല ഇൻസ്ട്രുമെന്റോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലെ, അതൊക്കെ ഒരു ഹോട്ട് അല്ലെ വാം വാട്ടറിലോ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിലോ ഒക്കെ വാഷ് ചെയ്തെടുക്കുന്ന റിൻസിങ് എന്ന് പറയും. റീവാക്സിനേഷൻ എന്ന് പറയുന്ന വാക്സിനേഷൻ അഗെയിൻ അല്ലെ, ഇനിഷ്യൽ വാക്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി വീണ്ടും ബൂസ്റ്ററോ അല്ലെങ്കിൽ റിന്യൂ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസിനെ റിന്യൂ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റീവാക്സിനേഷൻ. എംബാക്ടീരിയം അല്ലെങ്കിൽ യു ബാക്ടീരിയം എന്ന് പറയുന്നത് മൈനർ ആയിട്ടുള്ള ക്ലിനിക്കൽ ഇമ്പോർട്ടന്റ് ആണ്. ദേ ആർ നോർമൽ ഫ്ലോറെ നമ്മൾ വിളിക്കുന്ന പേരാണ് യു ബാക്ടീരിയ കേട്ടോ. അപ്പൊ എം ബാക്ടീരിയ അല്ല, യു ബാക്ടീരിയ ആണ് വരുന്നത്. അപ്പൊ എംബ്ലാമ്പിംഗ് എന്ന് പറയുമ്പോൾ ഡിസിൻഫെക്റ്റന്റ് ഡെഡ് ബോഡിയിൽ ഇൻജെക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്കിനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The specific gravity of urine normally ranges from 1.01 to 1.025, 1.5 to 1.8, 1.8 to 0.75 to 1. അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, 1.01 ടു 1.025 ആണ് വരുന്നത്. അപ്പം ഇൻക്രീസ് വരുന്നത് ഡീഹൈഡ്രേഷനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂടുമ്പോൾ ഫ്ലൂയിഡ് ഓവർലോഡിൽ നെഫ്രൈറ്റിസ് കണ്ടീഷനിലൊക്കെ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. അതുപോലെ ഡീഹൈഡ്രേഷൻ, ഡയേറിയ, വോമിറ്റിംഗിലെല്ലാം എന്ത് ചെയ്യും, ഡീഹൈഡ്രേഷൻ കുറയും. സ്വെറ്റിംഗ്, വോമിറ്റിംഗ് എല്ലാ കണ്ടീഷൻ. ഓക്കെ, അത് നല്ലൊരു പോയിന്റ് ആണ്. അപ്പം അപ്രോക്സിമേറ്റ് 1.01 ടു 1.025. അപ്പം 1.010 എന്ന് പറയുന്നതാണ് കറക്റ്റ് എന്താണ്, ഇറ്റ്സ് എ നോർമൽ വാല്യൂ ഓഫ് യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം ചീലിയോസിസ് മീൻസ്? എന്താണ് ചീലിയോസിസ്? ക്രാക്കിംഗ് ഓഫ് ലിപ്പ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ്, ബാഡ് ബ്രീത്ത്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗം. അപ്പൊ ചീലിയോസിസ് അറിയാം അല്ലെ, ലിപ്പ്. അപ്പൊ ചീലിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ലിപ്പില് ചെയ്യുന്ന സർജറിയാണ് അല്ലെ, ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ്. അതുപോലെ തന്നെ ചീലിയോസിസ് എന്ന് പറയുമ്പോൾ ലിപ്പാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലിപ്പില് ക്രാക്കിംഗ് വീഴുന്നതാണ് എന്തെന്ന് പറയുന്ന ചീലിയോസ്, അല്ലെങ്കിൽ അൾസറേഷൻ ഫോം ചെയ്യുന്ന. ടങ്ങിൽ ഗ്ലോസൈറ്റിസ് എന്ന് പറയും, ബാഡ് ബ്രീത്തിന് നമ്മൾ സ്റ്റോമറ്റൈറ്റിസ് അല്ലെ. പിന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗം, ഇൻഫ്ലമേഷൻ ഓഫ് ദി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് നോക്കാം. അപ്പൊ ചീലിയോസിസ് റൈബോഫ്ലാവിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് കേട്ടോ, ചീലിയോസിസ് എന്നുള്ള ഡിസീസ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ ഗമ്മ് ജിഞ്ചൈറ്റിവിറ്റിസ് അല്ലെ, സ്റ്റോമറ്റൈറ്റിസ്,
അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ് ഗ്ലോസൈറ്റിസ്, ഗ്രാസ്കിങ് ഓഫ് ലിപ്പ് എന്ന് പറയുന്ന ചീലിയോസിസ്. അപ്പൊ അത് കഴിഞ്ഞ് ഇനി അടുത്ത നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻ ഓർഡർ ഈസ് അഡ്മിനിസ്റ്റർ ഇമ്മീഡിയറ്റ്ലി ആസ് ഓൺലി വൺസ്? ഓൺലി വൺസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മെഡിക്കേഷൻ ഓർഡർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒരുപാട് മെഡിക്കേഷൻ ഓർഡേഴ്സ് ഉണ്ട്. അപ്പൊ അതൊന്നും എല്ലാം ഒന്നും പറയാൻ ടൈമില്ല. PRN മെഡിസിൻ ആണോ, സ്റ്റാൻഡിങ് ഓർഡർ ആണോ, ഓർഡർ സെറ്റ് ആണോ, സ്റ്റാറ്റ് ആണോ, ഹോൾഡ് ഓർഡർ ആണോ, റേഞ്ച് ഓർഡർ ആണോ, ടൈറ്റേറ്റിംഗ് ഓർഡർ ആണോ, കോണ്ടിജൻസി ഓർഡർ ഉണ്ട്, സിംഗിൾ ഓർഡർ, അങ്ങനെ ഏകദേശം 9 ടൈപ്സ് ഓഫ് മെഡിക്കേഷൻ ഓർഡർ ഉണ്ട്. അതിൽ സിംഗിൾ ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗിവൻ മെഡിക്കേഷൻസ് അല്ലെ ഓൺലി വൺസ് അറ്റ് എ ഗിവൻ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അവിടെ ഇമ്മീഡിയറ്റ്ലിക്ക് പ്രസക്തമില്ല. ഒരു പ്രാവശ്യം ഒരു പ്രത്യേക ടൈമിൽ കൊടുക്കുന്നതിനെയാണ് സിംഗിൾ ഓർഡർ എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ഒരു ബേസിസ് ഓൺ എ ഹോസ്പിറ്റൽ അഡോപ്റ്റ് പോളിസി ആൻഡ് പ്രൊസീജിയർ ബേസ് ചെയ്ത് ഒരു നല്ല ഒരു വെൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സനാരി അല്ലെങ്കിൽ ട്രയൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ HODയോ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഡയറക്ടറോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പോളിസി പ്രൊസീജിയർ ഓർഡർ ആണ്. അത് അതിന്റെ എക്സ്പയറി ആവുന്നത് വരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോകേണ്ടതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ഓർഡർ. അപ്പം പ്രൊസീജിയർ ദാറ്റ് ടു പെർമിറ്റ് ദ യൂസ് ഓഫ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ടു അഡ്രസ് എ വെൽ ഡിഫൈൻഡ് ക്ലിനിക്കൽ സിനാരിയോ ഇൻവോൾവിംഗ് ദ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷന് നമുക്ക് ഫോളോ ചെയ്യേണ്ടതാണ്. ഒരു എമർജൻസി സിനാരിയോ അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻ അനുസരിച്ച് അത് ഫോളോ ചെയ്യേണ്ടതാണ് സ്റ്റാൻഡിങ് ഓർഡർ. PRN എപ്പോഴാണോ ആവശ്യമുള്ളത് ആ നേഴ്സ് ഡിസിഷൻ എടുത്തതിന് ശേഷം കൊടുക്കുന്നതാണ് PRN. അപ്പം ഡോക്ടർ PRN ഓർഡർ എന്ന് പറയും കംപ്ലൈൻസ് ഓഫ് പെയിൻ ഗീവ് മെഡിസിൻ അക്കോർഡിംഗ് ടു PRN ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സ് അവിടെ അസസ് ചെയ്ത് പേഷ്യന്റ് കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് PRN. ഡിസിഷൻ ബൈ ദ നേഴ്സിൽ കൊടുക്കുന്ന മെഡിസിൻ ഓർഡർ എന്ന് പറഞ്ഞു അവിടെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, സ്റ്റാറ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ്ലി അറ്റ് വൺസ് നമ്മൾ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റ് ഓർഡർ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റിലോട്ട് പോവാം. അണ്ടർ നോർമൽ സർക്കംഫറൻസ് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ ഇൻസ്പയർഡ് എയർ ഈസ് അബൌട്ട് എത്രയാണ്? ഇൻസ്പയർഡ് എയറിൽ 21% എല്ലാവർക്കും അറിയാം ഓക്സിജന്റെ അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് 21. ഓക്സിജൻ ഇൻസ്പയർഡ് എയറിൽ 21 ഓക്സിജൻ നമ്മൾ വലിച്ചു കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് 16% ഓക്സിജൻ എന്ത് ചെയ്യത്തുള്ളൂ? റിട്ടേൺ വരത്തുള്ളൂ. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വെറും 0.3% നമ്മൾ ഇൻഹേലിൽ എടുക്കുന്നുള്ളൂ. പക്ഷെ 4% എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഓർക്കണം. നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ 78% നമ്മൾ എടുക്കുന്നെങ്കിൽ അത് ഒരു നോബിൾ ഗ്യാസ് ആണ്. അത് അതുപോലെ തന്നെ 78% തിരിച്ചു പോകും. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഗുസ്മാൻസ് ബ്രീത്തിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏതാണ്? ഡയബറ്റിസ്, കീറ്റോസിഡോസിസ് അല്ലെ. അപ്പൊ ഡയബറ്റീസുകാർക്ക് വരുന്ന മേജർ ആയിട്ട് 2 കോംപ്ലിക്കേഷൻസ് ആണ് ഹൈപ്പോഗ്ലൈസീമിയ, സോറി ഡയബറ്റിക് കീറ്റോസിഡോസിസും ഹൈപ്പർഗ്ലൈസീമിക് ഹൈപ്പറോസ്മോളാർ നോൺ കീറ്റോട്ടിക് സിൻഡ്രോം. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റിക് കീറ്റോസിഡോസിസ് അല്ലെ, അവിടെ ഇൻസുലിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. ഇവിടെ ഇൻസുലിന്റെ ഡെഫിഷ്യൻസി അല്ല ഉള്ളത്, അവിടെ ഇൻസുലിന് ആ റെസിസ്റ്റൻസ് അല്ലെ വർക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ അവിടെ വരുന്നത് ഹൈപ്പർ ഗ്ലൈസീമിക് ഹൈപ്പർ ഓസ്മോളാർ നോൺ കോട്ടോട്ടിക് സിൻഡ്രോം അല്ലെ. അപ്പം അവിടെ കീറ്റോണിനെ ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ വരുന്ന കണ്ടീഷനാണ് എന്തെന്ന് പറഞ്ഞാൽ HNS. ഇവിടെ കീറ്റോൺ ബ്രേക്ക് ചെയ്ത് എനർജി എടുക്കുന്ന കണ്ടീഷനാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. അപ്പൊ കീറ്റോൺ ബോഡി അക്യുമുലേറ്റ് ചെയ്താൽ അതെല്ലാം ഇറിറ്റബിൾ ആണ് അല്ലെ. അപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും അല്ലെ, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും, നോസിയ, വോമിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The student fall at temperature from high normal within a few hours is called false crisis, hypothermia, true crisis, and lysis. So sudden fall of temperature from high to normal within a few hours is called എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നതിന് ട്രൂ ക്രൈസിസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോർമൽ ആയി എന്നാണ് പറയുന്നത്. ഫ്യൂ അവേഴ്സിനുള്ളിൽ ഹൈ ടെമ്പറേച്ചർ റിട്ടേൺ ടു നോർമൽ വന്നു. അവിടെ എടുത്തൊന്നും പറയുന്നില്ല അല്ലെ. സിംറ്റം ഫോൾ ആയോ, സിംറ്റംസ് ഇംപ്രൂവ് ആയോ, അല്ലെങ്കിൽ സിംറ്റംസ് നോട്ട് ഇംപ്രൂവ് ആണോ കേട്ടോ. അപ്പൊ സിംറ്റംസ് ഒരിക്കലും ഇംപ്രൂവ് ആയില്ലെങ്കിൽ നമ്മൾ അതിനെ ഫോൾസ് ക്രൈസിസ് എന്ന് പറയും.
റിട്ടേൺ ടു നോർമൽ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വിത്ത് സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ട്രൂ ക്രൈസിസ് എന്നൊക്കെ പറയും. അപ്പൊ ഫീവറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എല്ലാം രണ്ട് രീതിയിൽ നിങ്ങൾ ഇട്ട് പഠിച്ചോണം. ഓൺസെറ്റ് ഫീവർ അല്ലെങ്കിൽ ഇൻവേർഷൻ ഓഫ് ഫീവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പനി കൂടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓൺസെറ്റ് ഓഫ് ഫീവർ. ഇനി ഫസ്റ്റീജിയം അല്ലെങ്കിൽ സ്റ്റേഡിയം അല്ലെ. അപ്പം ഫസ്റ്റീജിയം അല്ലെങ്കിൽ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഫാസ്റ്റ് ബോളർ സ്റ്റേഡിയത്തിൽ ഉണ്ടെന്നുള്ളത് ഓർത്താൽ മതി. അപ്പം ഒരു ടെമ്പറേച്ചർ കൂടി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ടെമ്പറേച്ചർ പോകുന്നതാണ് എന്തെന്ന് പറയുന്ന ഫസ്റ്റീജിയം എന്ന് പറയുന്ന. ഇനി ഡിക്ലൈൻ പെട്ടെന്ന് കുറഞ്ഞു വരുന്നതാണ്. രണ്ട് രീതിയിൽ കുറയും. പെട്ടെന്ന് കുറയുന്നതിനെ ക്രൈസിസ് എന്നും ഗ്രാജുവൽ ആയിട്ട് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതിന് അതിനെ എന്തെന്ന് പറയും ലൈസിസ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് സിക്സ് ആക്ക് മാനർ. ഇനി ട്രൂ ഉണ്ട്, ഫോൾസ് ക്രൈസിസ് ഉണ്ട് അല്ലെ. ഇംപ്രൂവ് ചെയ്യുന്നതും ഇംപ്രൂവ് ചെയ്യാത്തതും. പിന്നെ കോൺസ്റ്റന്റ് ഫീവർ, റെമിറ്റന്റ് ഫീവർ, അത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. മോർ ദാൻ 2 ഡിഗ്രി വരുവാണെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് എന്ന് പറയും. മോർ ദാൻ നോട്ട് മോർ ദാൻ 2 ഡിഗ്രി ആണെങ്കിൽ അതിനെ കോൺസ്റ്റന്റും, മോർ ദാൻ 2 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ റെമിറ്റന്റും, ഇന്റർമീഡിയറ്റ്, നോർമൽ, സബ് നോർമൽ, ഇൻവേഴ്സ്, മോർണിംഗിൽ കൂടുതലായി അല്ലെ, ഈവനിങ് കുറവ് വരും. അങ്ങനെ അങ്ങനെ ഹെക്ടിക് എന്ന് പറഞ്ഞ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ ഫീവർ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ റിലാപ്സിങ് ഫീവർ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ബ്രീഫ് ഫെബ്രൈൽ പീരീഡ് ഫോളോഡ് ബൈ 1 or 2 days റെഗുലർ ടെമ്പറേച്ചർ. ഇറഗുലർ ഫീവർ, ഫീവർ വിത്ത് ചിൽസ് ആൻഡ് ട്രൈഗർ. അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് ഫീവർ ഉണ്ട്. ഇനി ഫീവർ തന്നെ പല ഡിസീസ് റിലേറ്റ് ചെയ്തും ഫീവറിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്ത് ഫീവറിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ഫീവർ നല്ലൊരു ടോപ്പിക്സ് ആണ്, അത് പഠിക്കണം. സമയം അനുസരിച്ച് ഞാൻ ഫീവറിന്റെ ക്ലാസ് എടുക്കാം. ഓക്കെ. ഇനി അടുത്ത നെക്സ്റ്റ് ഇതിന്റെ ഓരോന്നിനും ഗ്രാഫ് വരച്ച് വേണം ക്ലാസ് പഠിപ്പിക്കാൻ. ഓക്കെ. അപ്പൊ ഗ്രാഫ് റിലേറ്റ് ചെയ്തും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻസേഷൻ ഓഫ് എ ട്യൂബ് ഇൻസൈഡ് ദ സ്റ്റൊമക് ത്രൂ എ നോസ് ഈസ് കോൾഡ് നാസ്ട്രോഗാസ്ട്രിക് എക്സ്റ്റുബേഷൻ, യൂറിഗേഷൻ, ഇൻറ്റുബേഷൻ, ഇറിഗേഷൻ. അപ്പം ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ ഇൻറ്റുബേഷൻ എന്നാണ് അല്ലെ പറയുന്നത്. നാസ്ട്രോഗാസ്ട്രിക് ട്യൂബ് ഇൻറ്റുബേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ യൂറിഗേഷൻ അല്ല അവിടെ വരുന്ന, യൂറിനേഷൻ ആണ് എന്നാണ് വരുന്നത്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ക്വസ്റ്റ്യനിൽ വന്നത്. അപ്പൊ അത് മിക്സ്ചറേഷൻ ആണ് കേട്ടോ. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലഷിങ് ചെയ്യുന്ന ആക്ഷനാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റുബേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻഡോട്രക്കിയൽ ട്യൂബിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റുബേഷൻ. റിമൂവൽ ഓഫ് ഇ ടി ട്യൂബ് അല്ലെ ഫ്രം എ പേഷ്യൻസ് ഫ്രം മെക്കാനിക്കൽ വെന്റിലേറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ വിത്ത് ഓക്സിജൻ കണക്ട് ചെയ്തേക്കുന്നു അതിൽ നിന്നെല്ലാം അതിനെ റിമൂവ് ചെയ്ത് ഇ ടി ട്യൂബ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് എക്സ്റ്റുബേഷൻ കേട്ടോ. ഇൻറ്റുബേഷൻ അത് ഇ ടി ട്യൂബ് ഇൻറ്റുബേഷൻ വരും, എൻ ജി ട്യൂബ് ഇൻറ്റുബേഷൻ എല്ലാം വരും. അത് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം സ്റ്റൊമക്കില് നാസോഗാസ്ട്രിക് ഇൻറ്റുബേഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ഗ്രൂപ്പ് സിംറ്റം എ ഗ്രൂപ്പ് ഓഫ് സിംറ്റം ഈസ് നോൺ ആസ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ഗ്രൂപ്പ് സിംറ്റം, സൈൻസ്, സിൻഡ്രം. അപ്പൊ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ആ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെ നമ്മൾ വിളിക്കുന്ന സിൻഡ്രം എന്നാണ് കേട്ടോ. അപ്പം കുറെ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, പർട്ടിക്കുലർ ആയിട്ട് അതിനെ സിൻഡ്രം എന്ന് പറയും. സൈൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് എവിഡൻസ് ആണ് അല്ലെ. ഒബ്ജക്റ്റീവ് എവിഡൻസ് ഓഫ് എ ഡിസീസ് ആസ് ഓപ്പോസിറ്റ് ടു സിംറ്റം വിച്ച് ഈസ് ബൈ നേച്ചർ. അപ്പം ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണെന്ന് പറഞ്ഞ സയൻസ് അല്ലെ. ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഡിസോർഡറിന് വരുന്ന ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സിംറ്റംസിനെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം, ഗ്രൂപ്പ് സിംറ്റംസ് എന്ന് വിളിക്കാം. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഒബ്ജക്റ്റീവ് ആവാം അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആവാം. അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അപ്പോൾ പേഷ്യന്റ് കംപ്ലൈന്റ് പറയുന്ന ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ പ്രാക്ടീഷണർ അത് എന്ത് ചെയ്യുന്നത് അസസ് ചെയ്തെടുക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം ക്ലിനിക്കൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതിനാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. സൈൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് എവിഡൻസ് ആണ്. അതെപ്പോഴും എന്ത് ചെയ്യുന്നു, സിംറ്റത്തെ ചിലപ്പോൾ ഒപ്പോസ് ചെയ്യാം അല്ലെ, ഇറ്റ് ഈസ് എ നാച്ചുറൽ വൺ. ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസീസിന് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസോർഡറിന് വരുന്ന ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസിനെ ചേർത്ത് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്ന ഗ്രൂപ്പ് സിംറ്റംസ്. ഓക്കെ, പഠിച്ചല്ലോ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എയ്തർ ഒബ്ജക്റ്റീവും ആവാം സബ്ജക്റ്റീവുമായിട്ടുള്ള സിംറ്റംസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻ ഓർഡർ ആർ ഫോർ എവരി അതർ ഡേ. അപ്പൊ ക്യൂ ചേർത്താണ് പറഞ്ഞേക്കുന്നത്. ക്യു എച്ച് ആണോ, ബി ഐ ഡി ആണോ, ക്യു ഡി ആണോ, ക്യു ഒ ഡി ആണോ അല്ലെ. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിന്റെയൊക്കെ ഒരുപാട് അബ്രിവേഷൻസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ക്യു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി ഡേക്കാണ് നമ്മൾ ക്യു ഡി എന്ന് പറയുന്നത്. ഓടെ സർ എവരി അതർ ഡേ അല്ലെ, എവരി അതർ ഡേ എന്നുള്ള ഉദ്ദേശിക്കുന്ന ക്യു ഡി ആണ് എവരി അതർ ഡേ.
എന്ന് പറയുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻസ് ആർ എവരി അതർ ഡേ എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ QOD ആണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരുന്ന QID 4 times a day. എവറി ഡേ കൊടുക്കുന്നതിന് നമ്മൾ QD എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അത് ഇതെല്ലാം കൂടെ മാർക്കൊല്ലും. QH എന്ന് പറഞ്ഞാൽ എവരി അവർ, എവരി ഡേ QD, എവരി അതർ ഡേ QOD കേട്ടോ. എവരി അതർ ഡേ QOD. BID എന്ന് വെച്ചാൽ ടോയ്സ് ഇൻ എ ഡേ. ടോയ്സ് ഇൻ എ ഡേ ആണ് BID. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓറൽ മ്യൂക്കോസ ഈസ് നോൺ ആസ് പരോട്ടൈറ്റിസ്, ജിഞ്ചിവൈറ്റിസ്, ഗ്ലോസൈറ്റിസ്, സ്റ്റോമാറ്റൈറ്റിസ് അല്ലെ. അപ്പൊ പരോട്ടിഡ് ഗ്ലാൻസിന് ഇൻഫ്ലമേഷൻ വരുന്നതിനെ പരോട്ടിഡ് എന്നും, ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞ ഗമ്മിന്, ഗ്ലോസൈറ്റിസ് ടങ്, സ്റ്റോമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മൗത്ത് ഇൻഫ്ലമേഷൻ അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ ഓറൽ മ്യൂക്കോസ എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയും? ഓപ്ഷൻ ഡി അല്ലെ, സ്റ്റോമറ്റൈറ്റിസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. ഡാഷ് ഈസ് ആൻ എനിമ ഓൾസോ കോൾഡ് ആന്റിസ്പാസ്മോഡിക് എനിമ, കാർമിനേറ്റീവ്, കോൾഡ്, ഓയിൽ എനിമ, ആന്റി ഹെൽമിന്തിറ്റിക് എനിമ. അപ്പം ആന്റിസ്പാസ്മോഡിക് എനിമ വയറുവേദന കുറയ്ക്കുന്നത് കാർമിനേറ്റീവ് ആണ്. അപ്പം കാർമിനേറ്റീവ് എനിമ. ഓക്കെ, അപ്പൊ എനിമയുടെ ഒക്കെ പല ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടർപ്പൻറ്റൈൻ ആണ് സാധാരണ കാർമിനേറ്റീവ് എനിമയായിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മിൽക്ക് ഓഫ് മൊളാസസ് കേട്ടോ, അതൊക്കെയാണ് യൂസ് ചെയ്യുന്ന. ഓയിൽ കാസ്റ്റർ ഓയിൽ ഒഴിക്കും അല്ലെ, കാസ്റ്റർ ഓയിൽ ഒഴിക്കും, ഒലിവ് ഓയിൽ ഒക്കെ വരുന്നതാണ് ഓയിൽ എനിമയിൽ വരുന്ന. ആന്റി ഹെൽമിന്തിറ്റിക് എനിമ എന്ന് പറഞ്ഞ കോസ്വ ചിപ്സ് കേട്ടോ, അല്ലെങ്കിൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ഒക്കെയാണ് അവിടെ അതായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോൾഡ് എനിമയിൽ നമ്മൾ ഐസ് അല്ലെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിലുള്ള ഫ്ലൂയിഡ് ആണ് മെയിൻലി. എന്തിനാണ് കോൾഡ് എനിമ കൊടുക്കുന്ന? ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ ഉള്ള പേഷ്യൻസിന് അല്ലെ. അപ്പൊ ഹീറ്റ് ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് അഡ്വൈസ് ചെയ്യുന്ന? കോൾഡ് എനിമ അഡ്വൈസ് ചെയ്യുന്നു. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗൻ ഈസ് വൺ ഓഫ് ദ പ്രൈമറി റെഗുലേറ്റർ ബോഡി ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്? എല്ലാവർക്കും അറിയാം, മെയിൻലി ഏതാണ്? കിഡ്നി ആണ് അല്ലെ. ഇപ്പൊ കിഡ്നി ആണ് വരുന്ന. അപ്പൊ സ്റ്റൊമക് അല്ല, ലങ്സ് അല്ല, ഇൻറ്റസ്റ്റൈൻ അല്ല. അപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷൻ പഠിച്ചു വെച്ചോണം. മെയിൻലി റെഗുലേഷൻ ഓഫ് അയോൺസ് അല്ലെ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്ന കിഡ്നി ആണ്. റെഗുലേഷൻ ഓഫ് ബ്ലഡ് വോളിയം, ബ്ലഡ് വോളിയത്തെ കൺട്രോൾ ചെയ്യുന്നത് കിഡ്നിയാണ്. കിഡ്നി ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും. pH കേട്ടോ, റെഗുലേഷൻ ബൈ എമൗണ്ട് H+നെ, അതുപോലെ തന്നെ ബൈകാർബണേറ്റിനെ കൺസർവേറ്റ് ചെയ്യുന്നത് കിഡ്നിയാണ്. ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ. ഹോർമോൺ പ്രൊഡക്ഷൻ, കാൽസിറ്റോണിൻ, എറിത്രോപോയറ്റിൻ എന്ന 2 ഇമ്പോർട്ടന്റ് ഹോർമോൺ. പിന്നെ വേസ്റ്റിനെ, അമോണിയ, ക്രിയാറ്റിൻ, ഡ്രഗിന്റെ ടോക്സിറ്റി, അങ്ങനെയൊക്കെയുള്ള എല്ലാ വേസ്റ്റ് പ്രൊഡക്റ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നത് മെയിൻലി ത്രൂ കിഡ്നിയാണ്. അപ്പം ഫ്ലൂയിഡ് ബാലൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഏതാണ്? കിഡ്നി ആണ് അല്ലെ. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. The fever in which temperature remains above normal throughout the day and fluctuate more than 2°F is known as. അപ്പം above normal throughout the day fluctuate മോർ ദാൻ 2°, മോർ ദാൻ 2° ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്നുള്ള റെമിറ്റന്റ് ഫീവർ അല്ലെ. ഓൾറെഡി ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും മോർ ദാൻ 2° വരുന്ന റെമിറ്റന്റ്, കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നോട്ട് മോർ ദാൻ 2° വരുന്നതാണ് ലൈസിസ് പെട്ടെന്ന് കുറയുന്നത് അല്ലെ. അത് ഇൻവേർട്ടഡ് ഫീവർ അല്ലെ. ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ ഡിക്ലൈൻ വരുന്ന ഫീവറാണ് ഇൻവേർട്ടഡ് ഫീവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇനി അടുത്ത നെക്സ്റ്റ് നോക്കാം. As per Kubler-Ross staging of grieving, refusing to believe that loss is happening has happened is called. As per Kubler-Ross stages of grieving, refusing the belief that loss of happening and has happened is called. നമ്മളുടെ ലോസ് ചെയ്യുന്ന അല്ലെ, അത് പറയുന്നത് എന്താണ്? റെഫ്യൂസ് ചെയ്യുന്നത് പാർട്ടൊക്കെ വരുന്നത് ഏതിലാണ്? ഡിനയിലാണ് കേട്ടോ. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ 3. അപ്പൊ ഡബ്ഡ അറിഞ്ഞിരിക്കണം. സ്റ്റേജസ് ഓഫ് ഗ്രീഫ് അല്ലെ, എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ലോസ് വരുമ്പം വരുന്ന മാനസികമായിട്ട് വരുന്ന സങ്കടത്തിനെയാണ് നമ്മൾ ഗ്രീഫ് എന്ന് പറയുന്നത് അല്ലെ. ആൻസൈറ്റി വിത്ത് സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്ന ഗ്രീഫ് എന്ന് പറയുന്നത്. അപ്പം ആങ്കർ വരും. ആദ്യം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. പിന്നെ അതിനോട് ദേഷ്യം വരും. പിന്നെ അത് ബാർഗൈനിങ്ങിലോട്ട് പോകും. പിന്നെ അത് ഡിപ്രഷനിലോട്ട് പോകും. ഫൈനലി ഇറ്റ് ഈസ് ദ അക്സെപ്റ്റൻസ് കേട്ടോ. അപ്പൊ ഡിനയൽ എന്ന് പറയുമ്പോൾ റെഫ്യൂസ് ടു അഡ്മിറ്റ് ആണ് അല്ലെ. അതിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാതെ അത് ആ ഇഷ്യൂസിനെ റെഫ്യൂസ് ചെയ്യുന്നതാണ് ഡിനയൽ എന്ന് പറയുന്നത്. ആങ്കർ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ആക്ട് എന്നല്ലെങ്കിൽ ഇമോഷണൽ ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം. ടു ബ്ലെയിം ദ അല്ലെ, ഒരു ബ്ലെയിമിങ്, ഒരു പേഷ്യന്റിന്റെ ഒരു ബ്ലെയിമിങ് അറ്റംപ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ആങ്കർ എന്ന് പറയാം. പിന്നെ ബാർഗൈനിങ് എന്ന് പറയുമ്പം ഒരു
നെഗോഷിയേറ്റീവ് പ്രോസസ് ആണ്. പേഷ്യന്റ് അറ്റംപ്റ്റ് ടു പോസ്റ്റ്പോൺ അല്ലെ, ടു പോസ്റ്റ്പോൺ ദ റിയാലിറ്റി സിറ്റുവേഷനിലോട്ട് ചെയ്യുന്നതാണ് ബാർഗൈനിങ് എന്ന് പറയുന്ന. ഡിപ്രഷൻ, എ ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, അങ്ങനെ ഒരു അലോൺ എപ്പതി മൂഡിലോട്ട് പോകുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, പേഷ്യന്റ് ബിക്കം ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് അല്ലെ. അപ്പം അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു, ആ ഇഷ്യൂസിനെ പേഷ്യന്റ് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ആക്റ്റീവ്ലി പാർട്ടിസിപ്പന്റ് ഇൻ ദ റിമൈനിങ് ലൈഫിലോട്ട് പോകുന്നതാണ്. അപ്പൊ ഇത് ഡബ്ഡ എന്ന് അങ്ങ് പഠിച്ചോണം. ഡബ്ഡ ബൈ കുബ്ലർ റോസ്, സ്റ്റേജസ് ഓഫ് ഗ്രീഫിംഗ് കേട്ടോ. ഡിനൈൽ, ആങ്കർ, ബാർഗൈനിങ്, ഡിപ്രഷൻ, അക്സെപ്റ്റൻസ് കേട്ടോ. അപ്പൊ ഒരു ലോസ് അല്ലെങ്കിൽ ഒരു ടെർമിനൽ ഇൽനെസ്, ഒരു ഡെത്ത് ന്യൂസ്, അങ്ങനെ കൊണ്ടുവരുന്ന മാനസികമായിട്ട് വരുന്ന സിംറ്റംസിനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഗ്രീഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ആഫ്റ്റർ ഡെത്ത്. ആ ക്വസ്റ്റ്യൻ വീണ്ടും തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തന്നെ 3 ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. ഓപ്ഷൻ ബി ആണ് അല്ലെ. ബോഡി ടെമ്പറേച്ചർ കുറയുന്നത് എന്താണ്? ആൽഗർ മോട്ടിസ്, ലീവർ മോട്ടിസ്, കളർ ചേഞ്ച്, റൈഗർ മോട്ടിസ്, സ്റ്റിഫ്നെസ് ആഫ്റ്റർ ഡെത്ത്. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോലൈസിസ് ആവും അല്ലെ ബോഡി, അതിനെയാണ് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ പ്യൂട്രിഫിക്കേഷൻ കേട്ടോ. അപ്പൊ പ്യൂട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ, ബോഡി സ്വന്തമായിട്ട് ലൈസിസ് ആവുന്നതാണ് ഡെത്തിന് ശേഷം എന്തോന്ന് പറയുന്ന ഡീകമ്പോസിഷൻ അല്ലെ, അല്ലെങ്കിൽ പ്യൂട്രിഫിക്കേഷൻ. അതൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള പാർട്ടാണ് ആ പാർട്ടൊക്കെ. ഓക്കെ, അപ്പൊ അതെല്ലാം കഴിഞ്ഞു. നമ്മള് ഓൾറെഡി 35 ക്വസ്റ്റ്യൻസ്, സോറി 30 ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി. അപ്പം വേറെ പുതിയ CRPF ബാച്ച്, അതുപോലെ തന്നെ DHS PSC എക്സാംസിന്റെ ബാച്ച് ഒക്കെ റണ്ണിങ് ആണ്. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 8281002770 പോവുക. ഇപ്പം ഒരു കോമ്പറ്റീഷൻ എന്നതിൽ ഉപരി എല്ലാവരുടെയും ഒരു നിലനിൽപ്പ് എന്ന് കണ്ടു വേണം പഠിക്കാൻ. അപ്പം ഇപ്പോഴേ ഒരു നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഈസി ആയിരിക്കും. കാരണം ഇതൊന്നും ഒരു വലിയൊരു ടാർഗറ്റ് അല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടാവുന്ന എക്സാംസേ ഉള്ളൂ ഈ കേരള PSC എക്സാംസുകളൊക്കെ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പം ജസ്റ്റ് റെഗുലർ ആയിട്ടൊന്ന് പഠിച്ചൊക്കെ പോയാൽ മതി. പരീക്ഷയുടെ കൃത്യമായിട്ട് എന്നാണ് ഡേറ്റ് വരുന്നതെന്ന് അറിഞ്ഞില്ല. കാരണം സെപ്റ്റംബറിലോട്ട് കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ DHSന്റെ ഫിസിയോതെറാപ്പി എക്സാം നടക്കുന്നുണ്ട് 9-ാം തീയതി. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഡിസംബറോട് കൂടിയൊക്കെ കേരള PSC പരീക്ഷ എക്സ്പെക്ട് ചെയ്യാമായിരിക്കും കേട്ടോ. ഓക്കെ, എനിവേ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. പഠിക്കുന്നവർ കൃത്യമായി പഠിച്ചു പോവുക. പഠിക്കുന്നതിന് ഒരു അടുക്കും ചിട്ടയും വേണം, ഡിസിപ്ലിൻ വേണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. എങ്ങും പെൻഡിങ് ഇടാൻ പാടില്ല. മാക്സിമം നിങ്ങൾ ഒരു അടുക്കും ചിട്ടയോട് കൂടി. അപ്പം ഇവിടുന്ന് കുറച്ച് യൂട്യൂബ് വീഡിയോ അവിടെ കിട്ടി അല്ലെ, അല്ലെങ്കിൽ കുറച്ച് വീഡിയോ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടി, കുറച്ച് ടോപ്പിക് അവിടുന്ന് കിട്ടി, അങ്ങനെ അങ്ങനെ വരത്തില്ല. ഒന്ന് പഠിക്കുന്നെങ്കിൽ അത് ഓർഡറിൽ പഠിച്ചെടുക്കണം. അപ്പൊ നമ്മളിപ്പം ഫണ്ടമെന്റൽസ് ഇപ്പം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫണ്ടമെന്റൽസിന്റെ ആ ഓർഡറിൽ പഠിച്ചു പോകണം. ഫണ്ടമെന്റൽസ് കഴിഞ്ഞ് ഫാർമക്കോളജി അല്ലെ, അതുപോലെ തന്നെ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി, അതുപോലെ തന്നെ അനാട്ടമി, ഫിസിയോളജി, ഫസ്റ്റ് എയ്ഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ ടോപ്പിക് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്തിലോട്ട് പോകാളൂ? സെക്കൻഡ് ഇയറിലോട്ടുള്ള ടോപ്പിക്കിലോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ഇത്ര എന്ത് ചെയ്യും, ബേസ് അങ്ങ് പഠിച്ചെടുക്കും കേട്ടോ. ബേസ് പഠിച്ചെടുക്കും. അല്ലാതെ നമ്മള് ഒരു റാങ്ക് ഫയൽ മേടിച്ചിരുന്ന് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കി അതൊക്കെ പോയിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് ഒരു കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങയോ അല്ലെങ്കിൽ എന്താണ് ചക്ക വീണ് മുയല്, ആ ഒരു കണ്ടീഷൻ ആണ് അതൊക്കെ. നമുക്ക് വെറുതെ കുറെ പൈസയൊക്കെ മുടക്കി ആപ്ലിക്കേഷൻ അയച്ച് ദൂരെയൊക്കെ പോയി പരീക്ഷ എഴുതാം എന്നൊരു ഇതേ ഉള്ളൂ. പഠിക്കുന്നത് ഒരു ഓർഡറിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ബേസിക് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസിലോട്ട് കയറാൻ ഒരു പാടും വരത്തില്ല കേട്ടോ. അപ്പം പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു പോവുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.